ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം വൺസ് അഗെയിൻ ടു എ ന്യൂ വീഡിയോ ഫ്രം ട്രിപ്പ് ടു മൈ ഗാർഡൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മുടെ ഓർക്കിഡുകളെ കുറിച്ചാണ്. ഓർക്കിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ മൈൻഡിൽ വരുന്ന ഏത് ഓർക്കിഡാണ്? നിങ്ങൾക്ക് ഏത് ഓർക്കിഡ് ആദ്യം മനസ്സിൽ വരുന്നത്? ഡെൻഡ്രോബിയം അല്ലേ? എനിക്ക് ഡെൻഡ്രോബിയം എന്നാണ് ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ബേസിക് ഒരു ബിഗിനേഴ്സിനൊക്കെ പറ്റിയ ഓർക്കിഡാണ് ഡെൻഡ്രോബിയം വെറൈറ്റീസ്. അതുകൊണ്ട് തന്നെ ഡെൻഡ്രോബിയം ഓർക്കിഡുകളെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡെൻഡ്രോബിയം വളർത്തുമ്പോൾ വെറുതെ വളർത്താതെ നമുക്ക് അതിൻ്റെ ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഓർക്കിഡ് വിഭാഗത്തിൽപ്പെടുന്ന ഓർക്കിഡേസിയ ഫാമിലി ഓർക്കിഡേസിയാണ്. ആ ഓർക്കിഡേസിയ ഫാമിലിയിൽ വരുന്ന ജീനസാണ് ഡെൻഡ്രോബിയം. ആ ജീനസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു ജീനസാണ്. ഓർക്കിഡേസിയ ഫാമിലിയിലെ ഏറ്റവും ലാർജസ്റ്റ് ജീനസാണ് ഡെൻഡ്രോബിയം. മിക്കവാറും പേർക്ക് ഇതെങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. 3 സ്പീഷീസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ 3 സ്പീഷീസിനെ പോട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ കുറച്ച് തൊണ്ടിൻ്റെ കഷ്ണങ്ങൾ എടുക്കുക, പിന്നെ കുറച്ച് കരി. അപ്പോൾ തൊണ്ടും കരിയുമാണ് മെയിനായിട്ട് ഇതിൻ്റെ പോട്ടിംഗ് മീഡിയ എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അത് ഇല്ലെങ്കിൽ പോലും കരി മാത്രമാണെങ്കിൽ പോലും നമുക്ക് നടാവുന്നുള്ളതേ ഉള്ളൂ. ഓർക്കിഡ് നടുന്നതിനായിട്ട് നല്ല ഹോളുള്ള പോട്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് മൺചട്ടിയും ആവാം, പ്ലാസ്റ്റിക് ഇതുപോലുള്ള പോട്ടുകളും ആവാം, പക്ഷേ അത് നല്ല ഹോളുള്ളതായിരിക്കണം. കാരണം എയർ സർക്കുലേഷൻ നല്ലതുപോലെ ഈ ചെടികൾക്ക് ആവശ്യമാണ്. അതിൻ്റെ വേരിന് പുറത്തേക്ക് വളർന്നിറങ്ങാനും ആ പുറത്തുള്ള അന്തരീക്ഷത്തിൽ നിന്ന് എയറിൽ നിന്ന് അതിന് പല ഘടകങ്ങളും വലിച്ചെടുക്കാനും ഒക്കെ അത് സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ് റൂട്ട് സിസ്റ്റം നല്ലപോലെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഹോളുള്ള പോട്ടുകൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ അതിൻ്റെ ചുവട്ടിലായിട്ട് കുറച്ച് കരി ഇട്ട് കൊടുക്കുക. കരി ഇട്ട ശേഷം പിന്നെയാണ് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ലെയർ മാത്രം കരി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ പ്ലാന്റിനെ വേരോടുകൂടി ഇളക്കിയെടുത്ത് വെച്ച ശേഷം പിന്നെ തൊണ്ടിൻ്റെ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കുക. തൊണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും കരി മാത്രമാണെങ്കിലും നമുക്കത് ഇടാമെന്നുള്ളതേ ഉള്ളൂ, വളർത്താമെന്നുള്ളതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങൾ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തൊണ്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ പാക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അത്തരത്തിൽ വാങ്ങുന്നതാണെങ്കിൽ നിങ്ങൾ നല്ല രീതിക്ക് അതിനെ വാഷ് ചെയ്ത് വേണം എടുക്കാൻ. 1-2 ദിവസം വെള്ളത്തിലിട്ട ശേഷം നല്ലതുപോലെ 2-3 വെള്ളം കഴുകി അതിനെ ഉണക്കിയെടുത്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ല, തൊണ്ട് നിങ്ങൾ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ സീസണിൽ തൊണ്ടിട്ട് നിങ്ങൾ പ്ലാന്റ് നടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കൂടുതൽ ഒച്ചിൻ്റെ ശല്യം ഉണ്ടാകുകയും അല്ലെങ്കിൽ കൂടുതൽ വെള്ളം കെട്ടി നിന്ന് അതിൻ്റെ റൂട്ട് പ്രശ്നം ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് മഴ സീസണിൽ തൊണ്ട് കുറച്ച് കരി മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഉപയോഗിച്ചാലും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് തൊണ്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ആ പ്ലാന്റിനെ നിങ്ങൾ കൂടുതൽ വാച്ച് ചെയ്തിട്ട് വേണം അതിന് വെള്ളം കൊടുക്കാനും ഒക്കെ കേട്ടോ. ഓർക്കിഡ് വളർത്തുമ്പോൾ നമുക്ക് ഒരു ചാലഞ്ച് എന്ന് പറയുമ്പോൾ ഈ ഒച്ചുകളാണ്. ഒച്ചുകൾ എപ്പോഴും ഓർക്കിഡ് പ്ലാന്റ്സിനെ കൂടുതൽ അറ്റാക്ക് ചെയ്യാറുണ്ട്. അതിൻ്റെ പോട്ടിംഗ് മീഡിയയുടെ അകത്ത് ഇത് കയറി ഇരുന്നിട്ട് അതിൻ്റെ റൂട്ട്സിനെയും ഇലകളെയും ഒക്കെ അത് കടിച്ച് തിന്ന് തീർക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഓർക്കിഡിന് എന്താണ് ഒരു ഗ്രോത്തും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇലകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഭക്ഷിച്ച് വെച്ചിരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താണ് ഈ ഓർക്കിഡ് ഇത്രയും നാൾ ഞാൻ നട്ടിട്ടത് വളരാത്തതും പൂക്കാത്തതും എന്നൊക്കെ. അപ്പോൾ ഇതാണ് മെയിൻ കാര്യം. അപ്പം നിങ്ങളുടെ പോട്ടിംഗ് മീഡിയ ഒന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യണം അതിലേതെങ്കിലും ജീവികളൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ഓർക്കിഡ് പോട്ടിൽ ഒച്ച് കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും. എന്താ വെച്ചാൽ അതിൻ്റെ ഇലകളൊക്കെ കടിച്ച് തിന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു ഗ്രോത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് വന്ന് അതിൻ്റെ ഫ്ലവർ സ്പൈക്കിൽ നിന്ന് അതിൻ്റെ ബഡ്സ് എല്ലാം കൊഴിഞ്ഞു പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങളുടെ പോട്ടിംഗ് മീഡിയ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത് ഒച്ച് കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളതിനെ പതുക്കെ എടുത്ത് ദൂരെ കളയാനേ നിവൃത്തിയുള്ളൂ. ഏതെങ്കിലും ദൂരേക്ക് ഒന്ന് അതിനെ കളയുക, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് എന്താണ് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കുമ്പോൾ അത് ചത്തുപോകും. അങ്ങനെയൊക്കെ ചെയ്യാനേ നിവൃത്തിയുള്ളൂ. അല്ലെങ്കിൽ സ്നെയിൽ പെല്ലറ്റ്സ് കിട്ടും. അതാണെങ്കിലും അത് ചത്തുപോകുന്നില്ല എന്ന് തോന്നുന്നു. അത് ആ ഭാഗത്തേക്ക് വരില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ അത് അവിടെയൊക്കെ കാണുമായിരിക്കും. നമ്മുടെ ഓർക്കിഡിനെ ആക്രമിക്കില്ല എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ മറ്റേതെങ്കിലും പ്ലാന്റിനെ നമ്മളിത് ഉപയോഗിക്കാത്ത സ്ഥലത്ത് അതിൻ്റെ ആക്രമണം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഉപ്പ് തന്നെയാണ്. നമ്മളത് കണ്ടെത്തിയിട്ട് ഈ ജീവി അങ്ങ് റിമൂവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ രക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ച 3 സ്പീഷീസ് ഡെൻഡ്രോബിയം
പ്ലാന്റ് ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പോട്ടിംഗ് മീഡിയൊക്കെ ഉപയോഗിച്ച് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. 3 ഡിഫറെൻറ്റ് വെറൈറ്റീസാണ്, 3 സ്പീഷീസാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. 3 നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ അത് നട്ടിട്ടുണ്ട്. അപ്പോൾ നടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ ചെയ്യുക. പിന്നെ നട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതുപോലുള്ള ഒരു ഹാങ്ങറും കൂടെ ആ പോട്ടിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും കെട്ടിത്തൂക്കിയിട്ട് വളർത്തുന്നതായിരിക്കും ബെസ്റ്റ്. കെട്ടിത്തൂക്കിയിടുന്നത് കൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുമ്പോൾ ഇതാണ്, സ്നെയിലൊന്നും അതിനകത്ത് കയറില്ല. താഴെ വയ്ക്കുമ്പോൾ എന്തായിരുന്നാലും സ്നെയിലിൻ്റെ ആക്രമണം കൂടുതലായിട്ടുണ്ടാകും. ഞാനിങ്ങനെ ഹാങ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ സ്നെയിലിൻ്റെ അറ്റാക്കൊന്നും എൻ്റെ ഓർക്കിഡ്സിനില്ല. ഞാൻ അത്രയും വിജിലൻ്റായിട്ട് അതിനെ വാച്ച് ചെയ്യാറുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ ഓർക്കിഡിന് അങ്ങനെ ഒരു ത്രെട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നാലും അതിനെ ഇതുപോലെ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ഉപ്പ് വിതറി കൊടുത്താൽ മതി. അത് ചത്തോളും. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഓർക്കിഡ് വളർത്തിയിട്ട് കാര്യമില്ല. പിന്നെ ഓർക്കിഡ് വളരാനായിട്ട് പ്രത്യേകിച്ച് ഡെൻഡ്രോബിയത്തിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല എയർ സർക്കുലേഷനുള്ള സ്ഥലത്തായിരിക്കണം. പിന്നെ നമുക്ക് ഡയറക്റ്റ് ലൈറ്റിലും നമുക്ക് ഓർക്കിഡ് ഇടാം, ഒരു പ്രശ്നമില്ല. ഞാൻ ഡയറക്റ്റ് ലൈറ്റിലാണ്, സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നല്ല രീതിക്ക് രാവിലെ നനച്ചു കൊടുക്കും. നല്ല വെയിലുള്ള സമയമാണെങ്കിൽ വൈകുന്നേരവും നനച്ചു കൊടുക്കും. അതായത് പോട്ടിംഗ് മീഡിയയ്ക്ക് കുറച്ചൊരു നനവുണ്ടായിരിക്കണം. അത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഫുൾ ഏത് സമയവും അങ്ങനെ വെള്ളം ഒഴിക്കണമെന്നല്ല പറഞ്ഞത്. ഒന്നുകിൽ പിന്നെ നല്ല മഴയുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. മഴയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒരു നേരം നനച്ചു കൊടുക്കുക. ഇനി എക്സ്ട്രീം ഹോട്ടാണെന്നുണ്ടെങ്കിൽ 2 നേരം നിങ്ങൾക്ക് നനച്ചു കൊടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഡെൻഡ്രോബിയത്തിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് തരും. അത് നല്ല രീതിക്ക് ഫ്ലവർ ചെയ്യും. കൂടുതൽ ഗ്രോത്ത് കിട്ടാനായിട്ട് നമ്മൾ ഗ്രോത്തിൻ്റെ ഒരു ഫെർട്ടിലൈസറും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ചെറിയ പ്ലാന്റ്സിന് ഗ്രോത്തിൻ്റെ ഫെർട്ടിലൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് NPK 19-19-19 അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വലിയ പ്ലാന്റുകളാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവറിങ്ങിനുള്ള വളവും കൂടെ ഇട്ട് കൊടുക്കണം. അതാകുമ്പോൾ പെട്ടെന്ന് അത് ഫ്ലവർ ചെയ്യും. ബയോ വളങ്ങൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ മഴ സമയത്ത് നിങ്ങൾ ബയോ വളങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പ്ലാന്റിന് ബാക്ടീരിയൽ ഫംഗൽ ഡിസീസുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മഴ സമയത്ത് ബയോ വളങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞത്. ബയോവളങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ചാണകത്തിൻ്റെ വെള്ളം വളരെ നേർപ്പിച്ച് വളരെ ഡൈല്യൂട്ട് ചെയ്ത് നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കഴിയും. അതിൻ്റെ റൂട്ടിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ പഴത്തൊലിയൊക്കെ നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് അത് കുറച്ച് 2 ദിവസം വെള്ളത്തിലിട്ട ശേഷം ആ വെള്ളവും വളരെയേറെ നേർപ്പിച്ച ശേഷം നമുക്ക് അതിൻ്റെ ചുവട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡെൻഡ്രോബിയ എങ്ങനെയാണ് വളർത്തേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. ടാറ്റ, ബൈ ബൈ ആൻഡ് സീ യു.